നമസ്കാരം. പശ്ചിമ ബംഗാളിലെ വോട്ടെടുപ്പ് ഏപ്രിൽ 29-ന് അവസാനിച്ചാലുടൻ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. എന്നാൽ വില കൂട്ടാൻ പദ്ധതിയില്ലെന്ന് ചൊവ്വാഴ്ച കേന്ദ്ര സർക്കാർ അറിയിച്ചു. ആഗോള എണ്ണ വിപണിയിൽ അസ്ഥിരത തുടരുന്നതും ഇന്ധന വിതരണക്കാർ വലിയ നഷ്ടം നേരിടുന്നതുമായ സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ ഈ ഉറപ്പ് വരുന്നത്. ഇന്ധനവില വർദ്ധിക്കുമെന്ന അഭ്യൂഹങ്ങളെ തുടർന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിൽ ജനങ്ങൾ പരിഭ്രാന്തരായി ഇന്ധനം വാങ്ങിക്കൂട്ടുന്നതായും പെട്രോൾ പമ്പുകളിൽ നീണ്ട ക്യൂ അനുഭവപ്പെടുന്നതായും റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് സർക്കാർ ഈ വിശദീകരണം നൽകിയത്. ഞായറാഴ്ച മാത്രം രാജ്യത്തെ 400-ലധികം ഇന്ധന സ്റ്റേഷനുകളിൽ സ്റ്റോക്ക് തീർന്നതായിട്ടാണ് റിപ്പോർട്ട്. ചില ഔട്ട്ലെറ്റുകളിൽ ഇന്ധനത്തിനായിട്ടുള്ള ആവശ്യം 30 മുതൽ 33% വരെ വർദ്ധിച്ചു. ചിലയിടങ്ങളിൽ ജനങ്ങൾ പരിഭ്രാന്തരായി ഇന്ധനം വാങ്ങിക്കൂട്ടുന്ന സാഹചര്യം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാന സർക്കാരുകളുമായി ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ട് വരികയാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. എല്ലാ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും നിരീക്ഷിച്ചു വരികയാണ്. എവിടെയും ഇന്ധനത്തിന് ക്ഷാമം ഉണ്ടാകുന്നില്ലെന്നും സ്റ്റോക്ക് ലഭ്യമാണെന്നും ഉറപ്പുവരുത്താൻ ഇന്ധന വിതരണത്തിന് മുൻഗണന നൽകുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. വില വർധനവിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് സുജാത ശർമ്മ നിലപാട് വ്യക്തമാക്കി. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാൻ യാതൊരു നിർദ്ദേശവും നിലവിലില്ല. അഭ്യൂഹങ്ങൾ വിശ്വസിക്കരുതെന്ന് അവർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആരും കിംവദന്തികൾ വിശ്വസിക്കരുതെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. പരിഭ്രാന്തരായി ഇന്ധനം വാങ്ങിക്കൂട്ടുന്നത് ഒഴിവാക്കുക. വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കുക എന്നാണ് വിശദീകരണം. രാജ്യത്തെ ഇന്ധന ആവശ്യകത നിറവേറ്റാൻ ആവശ്യമായ പെട്രോൾ, ഡീസൽ, LPG, വിമാന ഇന്ധനം എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും സർക്കാർ അറിയിച്ചു. LPG, പെട്രോൾ, ഡീസൽ എന്നിവയുടെ മതിയായ ശേഖരം നമുക്കുണ്ട്. വില നിലവിൽ സ്ഥിരമാണ്. നിരക്കുകളിൽ വർധനവൊന്നും ഉണ്ടായിട്ടില്ലെന്നും അവർ പറഞ്ഞു. വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം വിൽക്കുന്നതിനാൽ പൊതുമേഖലാ എണ്ണക്കമ്പനികൾ നേരിടുന്ന കടുത്ത സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിലാണ് സർക്കാരിൻ്റെ ഈ നിലപാട്. എണ്ണക്കമ്പനികളുടെ പ്രതിദിന നഷ്ടം ഏകദേശം 2400 കോടി രൂപയാണെന്ന് ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നു. പെട്രോൾ ലിറ്ററിന് 20 രൂപയും ഡീസൽ ലിറ്ററിന് ഏകദേശം 100 രൂപയുമാണ് എണ്ണക്കമ്പനികൾക്ക് നഷ്ടം സംഭവിക്കുന്നതെന്ന് നേരത്തെ സുജാത ശർമ്മ വ്യക്തമാക്കിയിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ ആഗോള എണ്ണ വിലയിൽ 50%-ലധികം വർധനവാണ് ഉണ്ടായത്. ഫെബ്രുവരി 28-ന് ഇറാന് നേരെയുണ്ടായ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ആക്രമണങ്ങളും തുടർന്ന് ഇറാന്റെ തിരിച്ചടിയും ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കൈകാര്യം ചെയ്യുന്ന ഹോർമുസ് കടലിടുക്കിലെ ചരക്ക് നീക്കം തടസ്സപ്പെടുത്തി. ഇതോടെയാണ് എണ്ണവില കുതിച്ചുയരാൻ തുടങ്ങിയത്. കഴിഞ്ഞ വർഷം ബാരലിന് ഏകദേശം $70 ആയിരുന്ന എണ്ണവില ഈ മാസത്തെ ശരാശരി കണക്കനുസരിച്ച് $114 മുകളിൽ എത്തിയിരിക്കുകയാണ്. ആഗോളതലത്തിൽ വില കുതിച്ചുയർന്നിട്ടും ഇന്ത്യയിലെ ഇന്ധന നിരക്കുകൾ 2022 ഏപ്രിൽ ആദ്യം മുതൽ മാറ്റമില്ലാതെ തുടരുകയാണ്. നിലവിൽ ഡൽഹിയിൽ പെട്രോൾ ലിറ്ററിന് 94.77 രൂപയും ഡീസലിന് 87.67 രൂപയുമാണ് വില. മുൻപ് എണ്ണവില കുറവായിരുന്ന സമയത്തുണ്ടായ ലാഭം ഉപയോഗിച്ച് എണ്ണ കമ്പനികൾ നഷ്ടം നികത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആഗോള വിപണിയിലെ നിരക്കും ആഭ്യന്തര വിപണിയിലെ നിരക്കും തമ്മിലുള്ള വ്യത്യാസം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് വിമാന ഇന്ധന വില കുത്തനെ ഉയർന്ന പശ്ചാത്തലത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും സർവീസുകൾ ഉടൻ നിർത്തിവെക്കേണ്ടി വരുമെന്നും ചൂണ്ടിക്കാണിച്ച് രാജ്യത്തെ പ്രമുഖ വിമാന കമ്പനികൾ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിരുന്നു. വിമാന ഇന്ധനത്തിന്റെ അമിതമായ വിലവർദ്ധനവും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും മേഖലയെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് എന്നിവയുൾപ്പെട്ട ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എയർലൈൻസ് ആണ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന് അടിയന്തര സഹായം അഭ്യർത്ഥിച്ച് കത്തയച്ചത്. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ കാരണം ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചതും ആകാശപാതകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ദീർഘദൂര സർവീസുകളുടെ ചെലവ് വർദ്ധിപ്പിച്ചതും കമ്പനികൾക്ക് തിരിച്ചടിയായി.